ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരാളെ 3 തരത്തിൽ ദൈവം ഉയർത്തും. ഒന്ന്, തൻ്റെ വ്യക്തിപരമായ ലൈഫിൽ മാറ്റമുണ്ടാകും. ആത്മാവ് വരുന്നത് ഇതുപോലെ 4 ഭിത്തിക്കകത്തിരുന്ന് കൈയടിച്ച് പിരിയാനല്ല, നിന്നെ ആ ആത്മാവ് മാറ്റിമറിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ നീ എവിടെ തകർന്നോ അവിടെ ദൈവം നിന്നെ ഉയർത്തും. വ്യക്തിപരമായ ജീവിതത്തിൽ ഏതൊക്കെ വെല്ലുവിളികൾ നീ നേരിടുമോ അതിൻ്റെ മുമ്പിൽ നിന്നെ ശക്തീകരിച്ചിട്ട് ആത്മാവ് പറയും, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ആത്മാവിനെ നിങ്ങൾ അനുവദിച്ചാൽ ഈ ആത്മാവ് നിങ്ങളുടെ കുടുംബത്തെ മാനിക്കും, കുടുംബത്തെ തൊടും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ആരാധിക്കുന്നുള്ളെങ്കിലും നിങ്ങൾ അനുവദിക്കാമെങ്കിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറയെ തൊടും, നിങ്ങളുടെ സഹോദരങ്ങളെ തൊടും, നിങ്ങളുടെ മാതാപിതാക്കളെ തൊടും. നരകമായിരുന്ന നിന്റെ വീടിനെ സ്വർഗമാക്കി മാറ്റും. ആത്മാവിനെ ഒരാൾ അനുവദിച്ചാൽ തൻ്റെ വ്യക്തിപരമായ ജീവിതം മാറും. ആത്മാവിനെ ഒരാൾ അനുവദിച്ചാൽ തൻ്റെ കുടുംബത്തെ മാറ്റും. 3, ആത്മാവിനെ ഒരാൾ അനുവദിച്ചാൽ ആ വ്യക്തിയിലൂടെ അവരുടെ പട്ടണത്തെ പരിശുദ്ധാത്മാവ് തൊടും. ചില കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങനത്തെ ഒരു അഭിഷേകത്തെ ദൈവം ഇടുകയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മാവ് നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം യേശു കർത്താവ് പറയുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ്. ഇന്ന് അത് ചിലരോടുള്ള ദൂതാണ് കേട്ടോ. യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ ഇതിന്റെ മുമ്പിലിരിക്കുന്ന ആളായിരിക്കാം, പുറകിലിരിക്കുന്ന ആളായിരിക്കാം, ആരോ നിർബന്ധിച്ചായിരിക്കാം നിങ്ങൾ ഈ മീറ്റിംഗിൽ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിന്റെ മേൽ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയ പിന്നെ നീ അനാഥനല്ല. നിനക്കെതിരെ വാതിലുകൾ കൊട്ടി അടയ്ക്കുന്നുണ്ടായിരിക്കാം, നിന്നെ റിജക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിന്നെ നിരസിക്കുന്നുണ്ടായിരിക്കാം, നിന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോയേക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചാൽ അവന്റെ സ്വന്തമാണ് നീ എന്ന് അവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് കയറിയോട് ഞാൻ പറയാം, ഭർത്താവ് ഉപേക്ഷിച്ചായിരിക്കാം, ഭാര്യ ഉപേക്ഷിച്ചായിരിക്കാം, മക്കൾ തള്ളിക്കളഞ്ഞേക്കാം, നിങ്ങൾ ആ സാഹചര്യത്തിലൂടെ ഒക്കെ പോകുന്ന ഒരാളായിരിക്കാം, അല്ലായിരിക്കാം. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ നീ അനുവദിച്ചാൽ അവൻ നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, ബൈബിൾ പറയുന്നു യഹോവ നമ്മുടെ പക്ഷത്തെങ്കിൽ. ഹല്ലേലൂയ.